ഓക്കെ, പൈൽ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, പൈൽ ഒരിക്കലും നമ്മളൊരു സിംഗിൾ പൈലായിട്ടായിരിക്കത്തില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പൈലായിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഫുട്ടിങ്ങിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കോളത്തിൻ്റെ ഫുട്ടിങ് അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ ബേസ് ആയിട്ടുള്ള കൊടുക്കുന്നത് ഒരിക്കലും ഒരു സിംഗിൾ പൈലല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പൈൽ അല്ലെങ്കിൽ ഒരു 3 6 ഗ്രൂപ്പ് എടുത്തിട്ട് അതിനൊന്നിച്ചൊരു പൈൽ ക്യാപ്പ്, ഒരു ഫോർ എക്സാമ്പിൾ ഫിഗർ കാണിക്കാനാണെങ്കിൽ ഇതുപോലൊരു ഗ്രൂപ്പ് ഓഫ് പൈൽസ് എടുത്ത് അതിന് ഒന്നിച്ചൊരു പൈൽ ക്യാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ അടുത്ത സ്ട്രക്ചർ വെക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ വാൾസ് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും. 3 പൈൽ, 4 പൈൽ, 5 പൈൽ, 6 പൈൽ, ഓരോ നമ്പർ ഓഫ് പൈൽസ് അനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അതിന് തീരെ വായിച്ചു പോയിട്ട് ബാക്കി പാർട്ടിലോട്ട് എത്തിയേക്കാം. അപ്പോൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത് വെച്ചാൽ പൈൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പൈലിന് ഒന്നിച്ച് എത്രത്തോളം ലോഡ് താങ്ങാൻ പറ്റും എന്നൊക്കെയുള്ളതാണ് ഈ സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. A structure is never founded on a single pile. Piles are ordinarily close spaced beneath the structure. Consequently, the action of the entire pile group must be considered. അതായത് ഫുൾ പൈലിൻ്റെ ഒന്നിച്ച് ആ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള എഫക്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. Number of piles and spacings. The piles for walls are commonly installed in staggered arrangements to both sides of the center line of the wall. നേരത്തെ നമ്മൾ കണ്ടുപോരാം. For a column, at least 3 piles are used in a triangular pattern, even for small loads. Okay. പറയേണ്ടതായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു, മീൻസ് ആ സെൻറ്റൻസിനെ മനസ്സിലാവുന്നുള്ളൂ. വെൻ മോർ ദാൻ 3 piles are required in order to obtain adequate capacity. അതായത് പൈലിൻ്റെ എണ്ണം കൂടുന്തോറും ഈ പറയുന്ന ഫുട്ടിങ് അല്ലെങ്കിൽ ആ പൈൽ ക്യാപ്പിന് മുകളിൽ വരുന്ന ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുമല്ലേ. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പൈൽസ് ഇസ് സിമെട്രിക്കൽ അബൌട്ട് ദ പോയിൻ്റ് ഓഫ് ഏരിയ ഓഫ് ലോഡ് ഓഫ് കോമ്പാക്ഷൻ. അതായത് ഈ പറയുന്ന ഏരിയയുടെ സെൻറ്ററിൽ നിന്ന് സിമെട്രിക്കലായിരിക്കും ബാക്കി ഈ പൈൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ 3 പൈൽസിനേക്കാളും കൂടുതൽ വരുമ്പോൾ. ഓക്കെ, the column and the wall loads are usually transferred to the pile group through a pile cap, which is typically a reinforced concrete slab structurally connected to the pile heads to help the group act as a unit. Okay. Group action of piles is evaluated by considering the piles to fail as a unit around the perimeter of the group. Both end pairings and frictions are considered in evaluating the group efficiency. ഓക്കെ, നേരത്തെ ആ പോയിന്റ് എന്ന് വെച്ചാൽ പൈൽ ക്യാപ്പിൽ കൂടെ ആയിരിക്കും ലോഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന പൈൽ ക്യാപ്പും പൈലും കോൺക്രീറ്റ് വെച്ചിട്ട് ഒരേ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കണക്ട് ചെയ്ത് ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പൈലിൻ്റെ ഗ്രൂപ്പ് ആക്ഷൻ എന്ന് പറയുന്നത് ഓരോരോ ഇൻഡിവിജ്വൽ പൈലിൻ്റെ ഫ്രിക്ഷനും ബെയറിങ് കപ്പാസിറ്റി എടുത്തിട്ട് അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ ഫുൾ പൈലിൻ്റെ ഗ്രൂപ്പ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പൈൽസാണ്, പൈലിനെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് പൈൽ ക്യാപ്പ് ഉള്ളതാണ്. The spacing of piles in a group depends upon the number of factors such as the overlapping of stresses of adjacent piles, cost of foundation and desired efficiency of the pile group. ബേസിക് തിയറി ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കോൺസെപ്റ്റ്സ് പറയുന്നുണ്ടെങ്കിൽ തിയറി പറയുന്നതിനിടയ്ക്ക് മിസ്സായി പോകുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആ മീൻസ് ഡൗട്ടുള്ള റീജൻസ് ഒരു വീഡിയോ ആയിട്ട് ഒന്നുകൂടെ ഇട്ടേക്കാം. അപ്പം ഇപ്പോൾ നമ്മൾ ഐസോബാസ് എന്ന് പറഞ്ഞു, സ്ട്രെസ് ഐസോബാസ് ഇപ്പം ഇതിലായിരുന്നു മൊഡ്യൂൾ 1 പറഞ്ഞത്. അപ്പോൾ ഒരു പൈൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൈലിന് ചുറ്റുമുള്ള ഒരു ഐസോബാർ അല്ലെങ്കിൽ പോയിൻറ്റ്സ് വിത്ത് ഈക്വൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബൾബ് പോലെയാണ് വരുന്നത്. അപ്പോൾ 3 പൈലും ഒരു പൈൽ ക്യാപ്പും ഉണ്ടെങ്കിൽ അതിൻ്റെ ഐസോബാസ് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ സ്പേസിങ് കുറവാണെങ്കിൽ ഇതിൻ്റെ ഐസോബാസ് ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയിൽ നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെസ് വരും. ബിക്കോസ് ഈ പൈലിൻ്റെ സ്ട്രെസ്സും കൂടെ ഒന്നിച്ച് ഏരിയയിൽ വരും. അപ്പോൾ സോൺ ഓഫ് ഓവർലാപ്പ് അല്ലെങ്കിൽ ഹൈലി സ്ട്രെസ് റീജിയൻ വരും. അങ്ങനെ ഹൈലി സ്ട്രെസ് റീജിയൻ വരുന്ന സമയത്ത് ഈ പറയുന്ന പൈലിൻ്റെ ഫുൾ കപ്പാസിറ്റി പൈലിന് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ പൈൽസിന് ഓവർലാപ്പ് കാരണം ആ ഓവർലാപ്പ് റീജിയൻ്റെ ഒരു ഫ്രാക്ഷനെ ഈ ഓരോരോ പൈൽസിന് കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു എഫിഷ്യൻസി കുറയും, ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി കുറയും. ഇൻഡിവിജ്വലിൻ്റെ അത്രയും തന്നെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ അത്രയും തന്നെ കിട്ടത്തില്ല. ചില ഇൻഡിവിജ്വലിൻ്റെ ഒരു ഫ്രാക്ഷനെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് സ്പേസിങ്ങിന് ഡിപ്പെൻഡ് ചെയ്യും. ഇതിനിടയ്ക്കുള്ള സ്പേസിങ് കൂടുതലാണെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല, സ്പേസിങ് കുറവാണെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. ക്ലോസ്ലി സ്പേസ് ഗ്രൂപ്പ് ഓഫ് പൈൽസ് വിത്ത് സോൺസ് ഓഫ് സ്ട്രെസ് ഓവർലാപ്പ്, അതാണ് ഫിഗറിൽ കാണിച്ചേക്കുന്നത്. വൈഡ്ലി സ്പേസ് ഗ്രൂപ്പ് ഓഫ് പൈൽസ് വിതൗട്ട് സോൺസ് ഓഫ് ഓവർലാപ്പ്, അങ്ങനെ സോൺസ് ഓഫ് ഓവർലാപ്പ് ഇല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ പൈലിനും അതിൻ്റെതായ ഫുൾ സ്ട്രെസ് കിട്ടും, അതുകൊണ്ട് 100% എഫിഷ്യൻസിയും കിട്ടും. When the piles are driven in a group, there are possibility of stress isobars of adjacent piles overlapping. നേരത്തെ കണ്ടതുപോലെ
Since the overlapping might cause failure either in shear or by excessive settlement, this possibility may be averted by using spacing as shown in the figure C. നമ്മൾ ഈ ഫിഗറിൽ വെച്ചേക്കുന്ന പോലെ സ്പേസിങ് കൂട്ടിയിട്ട് ആ ഓവർലാപ്പിൻ്റെ പ്രശ്നം നമ്മൾ മാറ്റും. Friction piles. For friction piles, the recommended minimum spacing is 3 into d, അല്ലെങ്കിൽ diameter into 3 ആയിരിക്കും center to center spacing of ഈ പൈൽസിൻ്റെ, where d is equal to diameter of width of pile. For point bearing piles passing through relatively compressible strata, the minimum spacing is 2.5 d. അതായത് പോയിന്റ് ബെയറിംഗിൻ്റെ കേസിലാണെങ്കിൽ 2.5 d. When the piles rest on compact or gravel, the spacing should be 3.5 d when the piles rest on stiff clay. അതായത് 2.5 d ആയിരിക്കും സാൻഡ് അല്ലെങ്കിൽ ഗ്രാവലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റിഫ് ക്ലേയുടെ കേസിലാണെങ്കിൽ 3.5 നമ്മൾ കൊടുക്കണം. 3.5 d സ്പേസിങ് ഇതിനിടയിൽ കൊടുക്കണം. ഈ വാല്യൂസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടിക്കേണ്ട ആവശ്യമില്ല, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അതായത് ക്ലേയിൽ നമ്മൾ കുറച്ചുകൂടി സ്പേസിങ് കൊടുക്കണം, സാൻഡിൽ അത്ര നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന്. ഗ്രൂപ്പ് കപ്പാസിറ്റി ഓഫ് പൈൽസ്, അതായത് പൈൽസ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കപ്പാസിറ്റി. To determine the capacity of a pile group, the sum of the capacities of individual piles is compared with the capacity of single large equivalent block pile. The smaller of the two values is taken. അതായത് ഓരോരോ സിംഗിൾ പൈലിൻ്റെ കപ്പാസിറ്റിയും പിന്നെ ആ പൈൽ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന സിംഗിൾ പൈൽസിൻ്റെ കപ്പാസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് പൈൽസും ഗ്രൂപ്പ് പൈലിൻ്റെ കപ്പാസിറ്റിയും കമ്പയർ ചെയ്യും. എന്നിട്ട് ഈ രണ്ടിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ ആ വാല്യൂ ആയിരിക്കും നമ്മൾ ഗ്രൂപ്പ് പൈലിൻ്റെ കപ്പാസിറ്റി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇൻഡിവിജ്വൽ കപ്പാസിറ്റി പിന്നെ ഫുൾ പൈൽ ഒരു ബ്ലോക്കായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അതാണ് അവർ നേരത്തെ പറഞ്ഞത്. The design load of the pile is obtained. Pile groups in cohesionless soil. For driven piles embedded in cohesionless soil, the capacity of the large equivalent pile, അല്ലെങ്കിൽ ഒരു മീൻസ് സോയിൽ വെക്കുമ്പോൾ പൈലിൻ്റെ മൊത്തത്തിൽ ഒരു ബ്ലോക്കായിട്ടുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് will be almost always greater than the sum of the capacities of individual piles. ഓക്കെ, അപ്പം അങ്ങനത്തെ ആ വാല്യൂ നമ്മളതിനെ കണ്ടുപിടിക്കുന്നു. പൈൽ ഗ്രൂപ്പ്സ് ഇൻ സോയിൽസ് ടു സോയിൽ. ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സിംഗിൾ പൈൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി പി ഇൻറ്റു എൻ സി ഇൻറ്റു ഏരിയ ഓഫ് പോയിൻറ്റ് ബെയറിംഗ് പ്ലസ് ആൽഫ സി ഇൻറ്റു ഏരിയ ഓഫ് ഫ്രിക്ഷണൽ ഏരിയ. സം ഓഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് എൻ പൈൽസ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു ക്യൂ, അതായത് ഓരോ പൈലിൻ്റെയും കപ്പാസിറ്റി ഇൻറ്റു എൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് പൈൽസ് ആയിരിക്കും ഈ പറയുന്ന സം ഓഫ് ബെയറിംഗ് കപ്പാസിറ്റീസ് ഓഫ് എൻ പൈൽസ്. ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് പൈൽ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു വേറെ ഇക്വേഷൻ യൂസ് ചെയ്യും. ആ ഇക്വേഷനാണ് ഈ ആദ്യം ഇപ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പൈൽ കപ്പാസിറ്റി കണ്ടുപിടിച്ചിട്ട് അത് നമ്പർ ഓഫ് പൈൽസ് വെച്ച് മൾട്ടിപ്ലൈ ഇട്ടാൽ. ഇത് ഫുൾ പൈലിനെ ഒരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പോയാൽ ആ സമയത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സി പി എൻ സി ഇൻറ്റു ദ ഗ്രൂപ്പ് ഏരിയ ഓഫ് ബെയറിംഗ് പ്ലസ് ആൽഫ സി ഇൻറ്റു ഏരിയ ഓഫ് മറ്റേ ഫ്രിക്ഷൻ. ഈ ക്വസ്റ്റ്യൻ അതായത് പൈൽ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ആൽഫ നമ്മൾ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും 0.6 0.7 എന്നൊക്കെ. പക്ഷേ ഒരു പൈൽ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആൽഫയുടെ വാല്യൂ 1 ആയിരിക്കും. പിന്നെ ഈ എൻ സി എന്ന് പറയുന്ന വാല്യൂ ഇല്ല, ഈ എൻ സി എന്ന് പറയുന്ന എൻ സി അല്ല എ പി, ഈ എ പിയും എ എസ് ഐയും ഏരിയ ഓഫ് ബെയറിങ്ങും ഏരിയ ഓഫ് എന്തുവായിരുന്നു ഫ്രിക്ഷനും. ഗ്രോസ് ഏരിയ ഓഫ് ബെയറിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, ഞാൻ പൈലിൻ്റെ ഫിഗർ വെച്ച് കാണിച്ചാൽ താഴെ കാണുമായിരിക്കും. ഓക്കെ ഫൈൻ, ഇങ്ങനൊരു പൈലാണെങ്കിൽ ഗ്രോസ് ഏരിയ ഓഫ് ബെയറിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഏരിയ ആയിരിക്കും. ഈ ഏരിയ ആയിരിക്കും. അതായത് ഈ പൈലിൻ്റെ ഔട്ടർ എഡ്ജസിൽ കൂടെ ഉള്ള ഒരു സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിംഗ് ആണ് എസ് 2 ഇൻറ്റു എസ് പ്ലസ് ഇത് ഡയമീറ്റർ ഓഫ് പൈലിൻ്റെ ഹാഫ് അല്ലേ, ഒരു ഹാഫ് ഡയമീറ്ററും ഒരു ഹാഫ് ഡയമീറ്റർ. അപ്പോൾ 2s പ്ലസ് ഒരു ഫുൾ പൈലിൻ്റെ ഡയമീറ്റർ. അപ്പോൾ 2s പ്ലസ് ഡി ആയിരിക്കും ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. അതുപോലെ തന്നെ ഈ സൈഡിൻ്റെ ലെങ്ത്തും നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 2s പ്ലസ് 0.5 d ഇൻറ്റു 2 അങ്ങനെയും പറയാം. അപ്പോൾ ഇതായിരിക്കും പോയിൻറ്റ് ബെയറിങ്ങിൻ്റെ ഏരിയ. പിന്നെ നമ്മൾ ഇതിൻ്റെ കേസിൽ ഫ്രിക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെയല്ലേ പൈല് കൺസിഡർ ചെയ്യാം. ഇപ്പം ഒരു ബ്ലോക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ കേർഡ് സർഫസ് ഏരിയ, അതായത് ഈ സൈഡും
അതുപോലെ തന്നെ അപ്പുറത്തെ 2 സൈഡും അങ്ങനെ ഏരിയ ആയിരിക്കും. അപ്പം L ഇൻറ്റു B 2L പ്ലസ് 2B അതായിരിക്കുമല്ലോ പെരിമീറ്റർ. L പ്ലസ് B ഇൻറ്റു 2 ഇൻറ്റു ഡെപ്ത് ഓഫ് പൈൽ ഇതായിരിക്കും ഈ പറയുന്നതിൻ്റെ ഫ്രിക്ഷൻ ഏരിയ. ഓക്കെ, നമ്മൾ സാധാരണ നേരത്തെ എടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ക്രോസ് സെക്ഷൻ ഓഫ് ദി പൈലും കേർഡ് സർഫസ് ഏരിയ ആയിരുന്നു. ഇപ്പം അത് ക്രോസ് സെക്ഷനും കേർഡ് സർഫസ് ഏരിയ ഓഫ് ദി ഫുൾ ബ്ലോക്ക് ഇപ്പം നേരത്തെ വരച്ചേക്കുന്ന ആ ബ്ലോക്കിൻ്റെ അത്രയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദി പൈൽ ഗ്രൂപ്പ് ഇസ് ഈക്വൽ ടു സ്മോളർ വാല്യൂ അമംഗ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇതാണ് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈൽ ബ്ലോക്ക് APG എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈൽ ബ്ലോക്കും മറ്റൊന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് പൈൽ ബ്ലോക്ക് എന്നാണ്. പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് ഓഫ് പൈൽ, അത് ഞാനെന്തോ ഇപ്പോൾ വരച്ച് കാണിച്ചു. പിന്നെ പൈൽ ഗ്രൂപ്പിൻ്റെ എഫിഷ്യൻസി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്? ദ എഫിഷ്യൻസി ഓഫ് എ പൈൽ ഗ്രൂപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. സ്പേസിംഗ് ഓഫ് പൈൽ, അതായത് പൈലിൻ്റെ സ്പേസിംഗ് അനുസരിച്ചായിരിക്കും എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് പൈൽസ് ഇൻ എ റോ ആൻഡ് ദ നമ്പർ ഓഫ് റോസ് ഇൻ എ ഗ്രൂപ്പ്. അപ്പോൾ അതായത് ഡയമെൻഷൻസ് ഓഫ് ദി ഗ്രൂപ്പ്, അതായത് ആ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എത്ര പൈലുണ്ടോ അതുപോലെ എത്ര പൈൽസ് എത്ര റോസ് ഉണ്ടോ, അതായത് ഇങ്ങനെ ഈ ലെങ്ത്തും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് ബേസിക്കലി അവർ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് പൈൽസിൻ്റെ റോ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൈൽ, അതായത് മെറ്റീരിയൽ, ഡയമീറ്റർ, ലെങ്ത്ത്. അപ്പം അതായത് ഈ പറയുന്ന പോലെ സോയിലിൻ്റെ പ്രോപ്പർട്ടി, മെറ്റീരിയൽ പ്രോപ്പർട്ടി, പിന്നെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ ആ സൈഡ് ഡയമെൻഷൻസ്, പിന്നെ ലെങ്ത് ഓഫ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് പൈൽ. The reduction in the total bearing value of the group of piles is more in case of friction piles, particularly in clay soil. No reduction in group occurs in end-bearing piles. The pile group efficiency is equal to the ratio of group capacity of the sum of the capacities of the piles in the group. അല്ലെങ്കിൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പൈൽ ഗ്രൂപ്പിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് efficiency of group pile is equal to ratio of group capacity, ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി. ഈ QUG എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിൻ്റെ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ വെച്ച് കിട്ടുന്ന കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ N ഇൻറ്റു QU, അതായത് ഒരു പൈലിൻ്റെ എഫിഷ്യൻസി ഇൻറ്റു N ടൈംസ് നമ്പർ ഓഫ് പൈൽസ്, അതായിരിക്കും എഫിഷ്യൻസി ഓഫ് ദി പൈൽ ഗ്രൂപ്പ്. പിന്നെ പ്രോബ്ലംസ് പറഞ്ഞിട്ട് നിർത്താം. A square group of 9 piles was driven into soft clay extending to a large depth. Okay, the diameter and length of the piles were 30 cm and 9 meters respectively. Unconfined compressive strength of clay is equal to 90 kN per meter square. അതായത് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് 90 എന്ന് പറയുമ്പോഴത്തേക്കും CUൻ്റെ വാല്യൂ എങ്ങനെയാണ്? അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഡിവൈഡ് ബൈ 2 ആണ്, Q ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 45 ആയിരിക്കും CU. അതാണ് ഇവരിങ്ങനെ തന്നേക്കുന്നത്. CU തരാതെ ഇൻഡയറക്റ്റായിട്ട് തന്നേക്കുന്നത്. ദ പൈൽ സ്പേസിംഗ് ഇസ് 90 cm സെൻറ്റർ ടു സെൻറ്റർ. What is the capacity of the pile group? Assume factor of safety of 2.5 and alpha is equal to 0.75. എപ്പോഴും ഓർത്തോണം, നമ്മൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആൽഫ സി എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡിവിജ്വൽ പൈലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ 0.75 യൂസ് ചെയ്യത്തുള്ളൂ. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആൽഫയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അത് ഓർത്തോണം, എക്സാമിൽ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് ആൽഫ 0.75 എന്ന് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പിന്നെ അടുത്തത് സൈഡ് ഓഫ് ബ്ലോക്ക്, അതായത് ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. എന്നാലല്ലേ ഈ പറയുന്ന പെരിമീറ്ററും ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഏതാ ഏരിയ ഓഫ് ഗ്രോസ് ഏരിയ ഓഫ് പൈൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സൈഡ് ഓഫ് ദി ബ്ലോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ 2 ഇൻറ്റു സ്പേസിങ് പ്ലസ് 2 സ്പേസിങ് ഉണ്ട് പ്ലസ് എക്സ്ട്രാ എത്രയാണ് പിന്നെ എക്സ്ട്രാ ഒരു ഡയമീറ്റർ ഓഫ് പൈൽ 2 ഇൻറ്റു 0.5 ഇൻറ്റു D ആണ്. അപ്പോൾ അതാണ് ഒരു 2.1 എന്നതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.1 മീറ്റേഴ്സ് ആയിരിക്കും. പിന്നെ സിംഗിൾ പൈൽ ഫെയിലിയർ. ഇപ്പോൾ ഒരു സിംഗിൾ പൈലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് CP/NC/AP പ്ലസ് ആൽഫ സി AS ആണ്. ഇത് നമ്മൾ നേരത്തെ പൈൽ ഡിസൈൻ ചെയ്ത സമയത്ത് പഠിച്ചിട്ടുള്ള, അതുകൊണ്ട് തന്നെ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്നുകൂടെ നോക്കിയാൽ മതി. അപ്പം CPയുടെ വില എന്നിട്ടുണ്ട് 45, അതായത് 90 ഡിവൈഡ് ബൈ 2 നമ്മൾ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിച്ചെടുക്കേണ്ട. NC എന്ന് പറയുന്നത് 9 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷേ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞ നേരത്തെ പൈൽ പഠിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നു. NC എന്ന് പറയുന്നത് എപ്പോഴും പൈൽസിൻ്റെ കേസിൽ 9 ആയിട്ടായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. AP എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈലാണ്. 5/4 ഇൻറ്റു 0.3 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് 1 പൈൽ.
0.3 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ പൈലാണല്ലോ. ആൽഫ എന്ന് പറയുന്നത് 0.75 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സി നമ്മൾ 45 എന്ന് കണ്ടുപിടിച്ചു. പിന്നെ എ എസ് എന്ന് പറയുന്നത് കേർഡ് സർഫസ് ഏരിയ ആണ്. അപ്പോൾ അത് പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത് ആണ്. അങ്ങനെ ഒരു പൈലിൻ്റെ കപ്പാസിറ്റി കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 314.905 kN. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് പൈൽ എന്ന് പറയുമ്പോഴത്തേക്കും 9 ഇൻറ്റു 9 എണ്ണമില്ലേ, അപ്പോൾ ഒരെണ്ണത്തിന് കപ്പാസിറ്റി ഇതാണെങ്കിൽ അത് ഇൻറ്റു 9 ചെയ്യുമ്പോഴായിരിക്കും ടോട്ടൽ കപ്പാസിറ്റി കിട്ടുന്നത്. അങ്ങനെ ടോട്ടൽ കപ്പാസിറ്റിയും കിട്ടി. പിന്നെ ബ്ലോക്ക് ഫെയിലിയർ എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഫെയിലിയറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ സി പിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 45, എൻ സി എപ്പോഴും 9 ആണ്, പൈൽസിൻ്റെ കേസിൽ 9 എടുത്തു. പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ബെയറിംഗ് ഏരിയ എന്ന് പറയുന്നത് 2.1 ഇൻറ്റു 2.1 ആണ്. അതായത് ഏരിയ എത്ര, ഒരു സൈഡ് എന്ന് പറയുന്നത് 2.1 ആണ്. അപ്പോൾ 2.1 ഇൻറ്റു 2.1 അതായിരിക്കും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. പിന്നെ ആൽഫയുടെ വാല്യൂ നമ്മൾ ബ്ലോക്ക് എപ്പോൾ കൺസിഡർ ചെയ്താലും 1 ആണ്. സിയുടെ വാല്യൂ 45. പിന്നെ ഈ പറയുന്നത് പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത് ആണ്. പെരിമീറ്റർ നമുക്ക് എത്രയാണ്, 4 ഇൻറ്റു 2.1 എന്ന് കിട്ടും. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് എസ് എന്ന് പറയുന്ന സൈഡിലുള്ള സ്ക്വയറായിട്ട് ആക്ട് ചെയ്യും. അപ്പം അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു സൈഡ് ഇൻറ്റു ഡെപ്ത് എത്രയാണ് 9 തന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടി. ഈ പറഞ്ഞ 518.05 kN കിട്ടി. അപ്പോൾ ഈ രണ്ടിൽ ചെറിയ വാല്യൂ ആയിരിക്കും കപ്പാസിറ്റി ഓഫ് ഗ്രൂപ്പ് പൈൽ. അപ്പോൾ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 2834.148 kN ആണ്. അപ്പോൾ സേഫ് ലോഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്മോളർ വാല്യൂ ആണ് കപ്പാസിറ്റി ഓഫ് പൈൽ ഗ്രൂപ്പ് പൈൽ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. അത് നമുക്ക് സ്മോളർ വാല്യൂ കിട്ടി. പിന്നെ സേഫ് ലോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബെയറബിൾ ലോഡ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നേരെ ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുമ്പോഴത്തേക്കും അവസാനം സേഫ് ലോഡ് എത്രയെന്ന് കിട്ടി. പിന്നെ അടുത്ത ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞ് ലാഗ് ചെയ്യുന്നില്ല, ഒരു വ്യത്യാസവും ഇല്ല. വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒന്നുമില്ല. നമ്മൾ സ്പേസിങ് എടുക്കുന്ന സമയത്ത് 3 സ്പേസിങ് ഉണ്ട്. പിന്നെ എൻഡിൽ 8 ഒരു ഡയമീറ്ററും കൂടെ, ഒരു ഹാഫ് ഡയമീറ്റർ കൂടെ വരും. അപ്പോൾ ഒരു ഫുൾ ഡയമീറ്റർ ആഡ് ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒടിച്ചു വിട്ട് നോക്കുന്നേ ഉള്ളൂ. 16 പൈലുണ്ട്, സോഫ്റ്റ് ക്ലേ വിത്ത് യൂണിഫോം സ്പേസിങ്, നെഗ്ലക്ട് എൻ ബെയറിംഗ് വേണ്ട, അപ്പോൾ ഫ്രിക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഡിറ്റർമൈൻ ദ ഒപ്റ്റിമം വാല്യൂ ഓഫ് സ്പേസിങ് ദ പൈൽസ് ഇൻ ടേംസ് ഓഫ് പൈൽ ഡയമീറ്റർ. ഓക്കെ ഫൈൻ, ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് സ്പേസിങ്ങിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അസ്യൂമിങ് ദാറ്റ് ദ ഷിയർ മൊബിലൈസേഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു 0.6. ഈ ഷിയർ മൊബിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നതാണ് ആൽഫ.